ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യം. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. വചനം പ്രഘോഷിക്കുവാൻ, പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ, തന്നോടുകൂടി ആയിരിക്കുവാൻ കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തു. പൗരോഹിത്യമാണ് കർത്താവ് നൽകിയ അധികാരം. ഒരിക്കൽ വലിയൊരു സമ്മേളനം നടക്കുകയാണ്. ഒരു കൂട്ടം വൈദികരുടെ ഒരു പ്രൊവിൻസിൻ്റെ സമ്മേളനമാണ്. പെട്ടെന്ന് അവിടേക്കൊരു കത്ത് ലഭിക്കുകയാണ്. ആ കത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മൊറോക്കോ എന്ന ദ്വീപിലേക്ക് കുഷ്ഠരോഗികളെ സഹായിക്കുവാൻ, കുമ്പസാരിപ്പിക്കുവാനും അവർക്ക് അന്തിമ ഉപദേശങ്ങളും അന്തിമ സംസ്കാര ശുശ്രൂഷകളും എല്ലാം നൽകുവാനായി ഒരു വൈദികനെ അവർക്ക് ആവശ്യമുണ്ട്. എല്ലാവരോടും ചോദിച്ചു പ്രൊവിൻഷ്യൽ അച്ഛൻ, അച്ഛാ പോകാമോ? എല്ലാവരും പേടിച്ച് നോ, പറ്റില്ല, ഞങ്ങൾക്ക് മറ്റു പല പരിപാടികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നൊരു യുവവൈദികൻ ചാടി വന്ന് പറഞ്ഞു, ഞാൻ പോകാം. അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു, ഇല്ല അച്ഛാ, അച്ഛനെ സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ മിടുക്കനായ അച്ഛനെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ വൈദികൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പോകണം. പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു, ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല. പൗരോഹിത്യം എന്നത് മടങ്ങി വരാനുള്ളതല്ല എന്ന് പറഞ്ഞ ഈ വൈദികൻ, വിശുദ്ധ ഡാമിയൻ, അവിടെ അവരെ കുമ്പസാരിപ്പിച്ചു, സേവനങ്ങൾ ചെയ്തു, സഹായിച്ചു, സ്നേഹിച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പ്രൊവിൻഷ്യൽ അച്ഛന് ഒരു കത്ത് ലഭിക്കുകയാണ്. ഡാമിയൻ കുഷ്ഠരോഗിയായി തീർന്നിരിക്കുന്നു. അവസാനമായി ഡാമിയന് ഒന്ന് കുമ്പസാരിക്കണം. അങ്ങനെ ഒരു കപ്പലിൽ ഒരു വൈദികൻ കടന്നുപോയി. ദൂരെ നിന്ന് ആ കൊച്ചു ദ്വീപിൽ നിന്നും ഡാമിയൻ വിളിച്ച് തൻ്റെ പാപങ്ങൾ പറഞ്ഞ് പാപപരിഹാരം നേടി. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ വിലയാണ്. തിരിച്ച് വരാൻ പറ്റാത്ത ഒരു വിളിയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. തിരിച്ചു വരാൻ പറ്റാത്ത ഒരു വിളി, ഒരു റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്ത യാത്രയാണ് പൗരോഹിത്യം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 ഓഗസ്റ്റ് മാസത്തിൽ പുരോഹിതർക്ക് വേണ്ടി നടത്തിയ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഇത് പറഞ്ഞ് വെച്ചത്. എ ജേണി വിതൗട്ട് എ റിട്ടേൺ ടിക്കറ്റ്, മടക്ക യാത്ര ഇല്ലാത്ത ഒരു യാത്ര, മടക്ക ടിക്കറ്റ് ഇല്ലാത്ത ഒരു യാത്ര, അതാണ് പൗരോഹിത്യം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് വിശുദ്ധ പൗരോഹിത്യത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മൺപാത്രത്തിൽ നൽകപ്പെട്ട നിധിയാണ് പൗരോഹിത്യം. അതെ, മൺപാത്രത്തിൽ നൽകപ്പെട്ട നിധിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. അഹ്റോനെയാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുവാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്നും തിരഞ്ഞെടുത്തു. ഇതാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്, മാനവകുലത്തിൽ നിന്നും അവനെ ദൈവം തിരഞ്ഞെടുത്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം കണ്ടെത്തുന്ന മനോഹരമായൊരു വചനഭാഗമാണ് ഈശോ രൂപാന്തരപ്പെടുന്ന ആ ഒരു സംഭവം. ഈശോ രൂപാന്തരപ്പെടുന്ന ആ വചനഭാഗം ഇപ്രകാരമാണ് നാം വായിച്ചു കേൾക്കുന്നത്. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. 6 ദിവസം കഴിഞ്ഞ് ഉയർന്ന ഒരു മലയിലേക്ക് അവരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. ഇത് ശരിക്കും നമുക്ക് കർത്താവ് കാട്ടിത്തരുന്ന ഒരു അടയാളമാണ്. 3 പേരെ ചിലയിടങ്ങളിലേക്ക് കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാം. ജായറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന വചനഭാഗം, അതുപോലെ ഈശോ രൂപാന്തരപ്പെടുന്ന വചനഭാഗം, അതുപോലെ ഈശോ രക്തം വാർന്ന് പ്രാർത്ഥിക്കുന്ന ഗെത്സമൻ തോട്ടത്തിലെ ആ വചനഭാഗം, ഇവിടെയെല്ലാം 3 കർത്താവ് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് ഇവിടെ ഈശോ രൂപാന്തരപ്പെടുന്ന വചനഭാഗത്തിൽ 3 കൂട്ടിച്ചേർത്ത് 6 ദിവസം കഴിഞ്ഞ് ഉയർന്ന ഒരു മലയിലേക്ക് ഈശോ പോയി. പൗരോഹിത്യം എന്താണ്, പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് കണ്ടെത്താം. 6 ദിവസം കഴിഞ്ഞ് ഉയർന്ന ഒരു മലയിലേക്ക് 3 മാത്രം കൂട്ടിക്കൊണ്ടുപോയി.
6 എന്ന അക്കം എപ്പോഴും മനുഷ്യനെ സൂചിപ്പിക്കുന്നു. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന വചനഭാഗത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. 6 ദിവസം കഴിഞ്ഞ് ഈശോ എന്തോ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 6 ദിവസം കഴിഞ്ഞ് മനുഷ്യന് ചിന്തിക്കാവുന്നതിൻ്റെ മനുഷ്യൻ്റെ ആ ഒരു സാമീപ്യം, മനുഷ്യൻ്റെ ആ ഒരു ജന്മം, അതിൻ്റെ ഉപരിയായ എന്തോ ഒന്നിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് 6 ദിവസം കഴിഞ്ഞ് മുകളിലേക്ക് പോയി മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ഈശോ എന്തോ ഒരു കാര്യത്തെ പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. 3 കൂട്ടിക്കൊണ്ടുപോയി. ഇത് പൗരോഹിത്യത്തിൻ്റെ സൂചനയാണ്. ഈ 3 പേർക്ക് പ്രത്യേകതകളുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു ആ 3 പേർ? വിശുദ്ധ പത്രോസ്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ യോഹന്നാൻ. ഈ 3 പ്രത്യേകതകളുണ്ടായിരുന്നു. പൗരോഹിത്യത്തെ എടുത്ത് ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 കൊണ്ടുപോയി. പത്രോസ് ലീഹ അധികാരത്തിൻ്റെ സൂചനയാണ്. ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. അധികാരം, താക്കോല് കർത്താവ് കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അധികാരത്തിൻ്റെ ചിഹ്നമായി പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി. 2-ാമത്തെ ആൾ യാക്കോബ് ശ്ലീഹ. എന്തായിരുന്നു പ്രത്യേകത? ആദ്യത്തെ അപ്പസ്തോല രക്തസാക്ഷിയായിരുന്നു യാക്കോബ്. പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്നുണ്ടോ? മുറിയപ്പെടാൻ തയ്യാറായിക്കൊള്ളണം. ഉറപ്പായിട്ടും സഹനത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ പാനപാത്രം നിനക്ക് മുൻപിൽ വച്ച് നീട്ടപ്പെടും. 3-ാമത്തെ മനുഷ്യൻ, 3-ാമത്തെ അപ്പസ്തോലൻ യോഹന്നാൻ. യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യോഹന്നാൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവിൻ്റെ വക്ഷസ്സിൽ തലചായിച്ച് സ്നേഹം നുകർന്ന വിശുദ്ധനാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. അപ്പോൾ 3 പ്രത്യേകതകൾ. അധികാരം നൽകി, സഹനം ലഭിക്കുമെന്ന് ഉറപ്പ് പറയുന്നു. 3-ാമതായിട്ട് ചങ്കോട് ചേർന്ന് സ്നേഹം നുകരേണ്ടവനാണ് പുരോഹിതൻ. ഈ 3 പ്രത്യേകതകളെ എടുത്ത് അങ്ങനെ പൗരോഹിത്യത്തെ 6 ദിവസം കഴിഞ്ഞ് മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക്, അതിനും മുകളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അതാണ് പൗരോഹിത്യം. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു പുരോഹിതനും ഒരു മാലാഖയും വന്ന് നിന്നാൽ ആദ്യം ഞാൻ പുരോഹിതനെ വണങ്ങും. കാരണം ഒരു വലിയ നിധിശേഖരമാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ നിധിശേഖരത്തിൻ്റെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നത് ഒരു പുരോഹിതൻ്റെ കയ്യിലാണ്. വിശുദ്ധ പീറ്റർ ഡാമിയൻ പറഞ്ഞു വയ്ക്കും, ഒരു പുരോഹിതൻ വാസ്തവത്തിൽ ദൈവജനത്തിന് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു വിരുന്നശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്നുകാരനാണ്. എന്നാൽ ഒരു പുരോഹിതൻ തൻ്റെ ശുശ്രൂഷകൾ പാപാവസ്ഥയിൽ ചെയ്യുമ്പോൾ അവൻ പിശാചിന് സദ്യ ഒരുക്കുന്ന ഒരു സേവകൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പൗരോഹിത്യത്തെക്കുറിച്ച് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് നേരത്തെ പറഞ്ഞ വചനം, ആ ഫുൾട്ടൻ ജഷീൻ്റെ ആ മനോഹരമായ വിശേഷണം, മൺപാത്രത്തിൽ നൽകപ്പെട്ട നിധി. അതാണ് പൗരോഹിത്യം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി സുഹൃത സരണി എന്ന തൻ്റെ മനോഹരമായ ഗ്രന്ഥത്തിൽ ആമുഖത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന മനോഹരമായ വചനം ഇങ്ങനെയാണ്. ഓർക്കാം, അമ്മ ത്രേസ്യ പുണ്യവതി ജീവിച്ചിരുന്ന കാലഘട്ടം പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു കൊണ്ട് അമ്മ ത്രേസ്യ പുണ്യവതി ഇപ്രകാരം തൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ എഴുതി വെച്ചു, കർത്താവിൻ്റെ സ്നേഹിതർ, പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്നവർ ഏറെ ചുരുക്കമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്, നമ്മുടെ കടമയാണ്. മഠത്തിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, കുഞ്ഞു സിസ്റ്റേഴ്സിന് വേണ്ടി എഴുതിയ വചനമാണ്, ആമുഖമായിരുന്നു ഇത്. കർത്താവിന് പ്രിയപ്പെട്ടവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ ചുരുക്കമാണ്. അതാണ് യോഹന്നാൻ ശ്ലീഹ. എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ അവസാനം വരെയും ഈശോയോടൊപ്പം നിലകൊണ്ടു. ഈ ഒരു നിലകൊള്ളലാണ് വാസ്തവത്തിൽ പൗരോഹിത്യത്തിൽ ദർശനമാകേണ്ടത്. ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തെ പലരും വെല്ലുവിളിക്കാറുണ്ട്. പൗരോഹിത്യം എന്തിനാണ്? കുമ്പസാരത്തിൽ പാപങ്ങൾ നേരിട്ട് ഈശോയോട് ഏറ്റുപറഞ്ഞാൽ പോരെ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കൊച്ചുമായി അച്ഛൻ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ഇതാണ് കൊച്ചു പറഞ്ഞത്, ഞാൻ എൻ്റെ പാപങ്ങൾ നേരിട്ട് ഈശോയോട് ഏറ്റുപറയുന്നുണ്ട്, എനിക്കത് ആരുടെയും ഒരു ആവശ്യവുമില്ല. അതുപോലെ കൊച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അമ്മയോട് മാതാവിനോട് പ്രാർത്ഥിക്കാറില്ല, എനിക്ക് നേരിട്ട് എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാണ് വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥ്യം തേടുന്നത്? അപ്പം പല കാര്യങ്ങളിലും ഇന്ന് ചോദ്യശരങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യം വാസ്തവത്തിൽ ഈശോ സ്ഥാപിച്ചതാണോ? ഇതാണ് പലരുടെയും ചോദ്യം.
അന്ന് ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി എന്ന് പറയുന്നുണ്ട്. ചിലർ വ്യാഖ്യാനിച്ച് വരുമ്പോൾ പറയുന്നത് അതോടുകൂടെ ആ ദേവാലയം അവസാനിച്ചു, ഇനി ദേവാലയം ആവശ്യമില്ല, ഈശോ ഇറങ്ങി വന്ന് നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി. കൃത്യമായിട്ടും കർത്താവ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ച് പൗരോഹിത്യത്തെ അതിൻ്റെ മധ്യത്തിൽ നിർത്തുകയാണ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കൃത്യമായിട്ടും ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിനുള്ള സൂചനകളുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. 5-ാം വാക്യം: അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഈശോ അതാ പറഞ്ഞു വെക്കുന്നുണ്ട്. വചനത്തിൽ നമ്മൾ കൃത്യമായിട്ട് കേട്ടു, താൻ സ്നേഹിച്ചിരുന്നവരെ വിട്ടുപിരിയാൻ സമയമായപ്പോൾ അവൻ സ്നേഹിച്ചിരുന്ന അവരെ അവസാനം വരെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെയാണ് വചനം പറഞ്ഞു തുടങ്ങുന്നത്. പങ്ക് കൊടുക്കാൻ വേണ്ടി കാല് കഴുകി. ഇതിനുള്ള കൃത്യമായ വ്യാഖ്യാനം വരുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ: അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാകും. ഹെബ്രായ ലേഖനത്തിൽ വചനം പറഞ്ഞു വെക്കുന്നുണ്ട്, എന്നേക്കും മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം കർത്താവ് പുരോഹിതനായിരുന്നു, നിത്യ പുരോഹിതനാകും. അതെ, പൗരോഹിത്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ വചനഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പങ്ക് കൊടുക്കുവാനായി, പങ്കുകാരാക്കുവാനായി ഈശോ പാദങ്ങൾ കഴുകി. ഇവിടെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 12-ാം വാക്യം അഹ്റോനെയും മക്കളെയും വെള്ളമൊഴിച്ച് കഴുകുന്നുണ്ട്. പങ്ക് കൊടുക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, ഒരു വലിയ ശുശ്രൂഷയിലേക്ക് ഉയർത്തുവാനായിട്ട്, പൗരോഹിത്യത്തിലേക്ക്, നിത്യ പൗരോഹിത്യത്തിൻ്റെ ഭാഗവാക്കുകളാക്കും എന്നാണ് പുറപ്പാട് പുസ്തകം 40:15 ഉയർത്തുകയാണ്. പൗരോഹിത്യം അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല, ആരംഭിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ കരങ്ങൾ വിരിച്ച് കർത്താവ് മരിച്ചു. ഇതാണ് വചനം പറഞ്ഞത്. കർത്താവ് ജീവൻ ത്യാഗം ചെയ്തു. ഇന്നും സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവനാണ് ഓരോ പുരോഹിതനും. ഇന്ന് പുരോഹിതർ ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിന് മറുപടിയായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. 1946 മെയ് മാസം 13-ാം തീയതി ഇറ്റലിയിലെ മൊന്തേക്യാരോ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, അവിടെ ഒരു ഹോസ്പിറ്റലിൽ, ഒരു ചാപ്പലിൽ പിയറീന എന്ന് പറയുന്ന ഒരു നേഴ്സിന് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. വയലറ്റ് വസ്ത്രം ധരിച്ചിരുന്ന ആ സ്ത്രീയുടെ ഹൃദയഭാഗത്ത് 3 വാളുകളുണ്ടായിരുന്നു. ഈ സ്ത്രീ ആ സ്ത്രീയെ കണ്ട് പേടിച്ചു വിറച്ചു. ഇതാരാണ്, എന്താണ്, അങ്ങാരാണ് എന്നൊക്കെ ചോദിച്ചു. മറുപടി, അടുത്ത 13-ന് നീ മടങ്ങി വരിക, ഞാൻ പറയാം. അടുത്ത 13 വരെ കാത്തിരുന്നു. പേടിയായിരുന്നു, ആരോടും പറഞ്ഞില്ല. അടുത്ത 13-ാം തീയതി പിയറീന വീണ്ടും ആ ചാപ്പലിൽ ചെന്നു. അന്ന് ആ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇപ്രാവശ്യം വെള്ള വസ്ത്രം ധരിച്ച് ഹൃദയഭാഗത്ത് ഒരു വെള്ളപ്പൂ, ഒരു സ്വർണ്ണപ്പൂ, അതുപോലെ ഒരു ചുവന്ന പൂ, ഒരു 3 പൂക്കളുമായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും ഈ സ്ത്രീയോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അടുത്ത 13-ന് മടങ്ങി വരിക, ഞാൻ വെളിപ്പെടുത്താം. അടുത്ത 13-ആയി പിയറീന തിരിച്ചു വന്നു. ഈ സ്ത്രീ വീണ്ടും വെള്ള വസ്ത്രം, ഹൃദയത്തിൽ 3 പൂക്കളുമായി വന്നു. പറഞ്ഞു, ഞാൻ നിൻ്റെയും നിൻ്റെ കർത്താവിൻ്റെയും അമ്മയാണ്. പരിശുദ്ധ അമ്മയായിരുന്നു. അമ്മ
അന്ന് ഈ പീറിയനായിക്ക് 3-ാം വട്ടം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ദർശനങ്ങളുടെ എല്ലാം വ്യാഖ്യാനം കൊടുക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വയലറ്റ് വസ്ത്രം ധരിച്ച് ഹൃദയത്തിൽ 3 വാളുകളുമായി പ്രത്യക്ഷപ്പെട്ടു. ഈ 3 വാളുകൾക്ക് അർത്ഥമുണ്ട്. 3 വാളുകളും പൗരോഹിത്യത്തെയും സന്യാസത്തെയും സമർപ്പണത്തെയും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ദൈവവിളി ഉപേക്ഷിച്ചു പോയ വൈദികരെയും സമർപ്പിതരെയും എല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് അമ്മയുടെ ഹൃദയത്തിൽ തറയ്ക്കപ്പെട്ട 1-ാമത്തെ വാള്. 2-ാമത്തെ വാള് മാരകപാപത്തിൽ കഴിയുന്ന വൈദികരെയും സന്യസ്തരെയും സൂചിപ്പിക്കുന്നു. 3-ാമത്തെ വാള് സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിലും സന്യാസത്തിലും സമർപ്പണത്തിലുമൊക്കെ നിന്നുകൊണ്ട് തന്നെ യൂദാസിൻ്റെ വേല ഒറ്റിക്കൊടുക്കൽ ചെയ്യുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു. അമ്മ പറഞ്ഞു, ഞാൻ ഏറെ ദുഃഖിക്കുന്നു. ഞാൻ ദുഃഖിക്കുന്നത് എൻ്റെ വൈദികരെ ഓർത്തുകൊണ്ടാണ്, എൻ്റെ സന്യസ്തരെ ഓർത്തുകൊണ്ടാണ്. അമ്മ പറഞ്ഞു, 2-ാമത്തെ ദർശനം ഇപ്പോൾ നീ ശ്രദ്ധിക്കുക. എൻ്റെ ഹൃദയഭാഗത്ത് 3 പൂക്കളുണ്ട്. സ്വർണ്ണപ്പൂവ്, ചുവന്ന പൂവ്, വെള്ളപുഷ്പം. ഇതിൻ്റെ അർത്ഥം ഇതാണ്: പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. വൈദികനോ സന്യാസിയോ സമർപ്പിതയോ പാപത്തിൽ വീണു പോയാൽ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാരവും ചേർത്ത് പിടിച്ച് അവർക്ക് മടങ്ങി വരാൻ ഞാൻ അവസരമൊരുക്കും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ശക്തി സ്വീകരിക്കുന്നത് വരെ, ഉന്നതത്തിൽ നിന്നും, ഫ്രം ഹെവൻസ്, ഉന്നതത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നത് വരെ നഗരത്തിൽ തുടരുക. പക്ഷേ അവർ ഇറങ്ങിപ്പോയി. കൃത്യമായിട്ട് വചനം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട വഴിക്ക് അവർ ഇറങ്ങി തിരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തിബേരിയാസ് കടൽ തീരത്തേക്ക് പത്രോസ് മറ്റ് 6 പേരെയും കൂട്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഈശോ ഒരു അപരിചിതനെ പോലെ തേടിച്ചെന്ന് പ്രാതലൊരുക്കി പറഞ്ഞ് പഠിപ്പിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന മറ്റൊരു മനുഷ്യൻ തോമസ്, നമുക്കറിയാം ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ തോമസ് ലീഹ ഇറങ്ങിപ്പോയി. എന്നാൽ പിന്നീട് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് തൊടുന്നു തോമസ് ലീഹായെ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, അവസാന അധ്യായമാണ്, എമ്മാവൂസിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന 2 ശിഷ്യന്മാരുണ്ട്. അപരിചിതനെ പോലെ തേടിച്ചെന്ന് മടക്കി വിളിച്ചുകൊണ്ട് പോവുകയാണ്. തിരിച്ച് വിളി കർത്താവ് നടത്തുന്നുണ്ട്. പുരോഹിതരെ കർത്താവ് എപ്പോഴും തിരിച്ച് വിളിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ചിന്തിക്കണം, പൗരോഹിത്യം മൺപാത്രത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പുരോഹിതരെ, ഈശോ തിരികെ വിളിക്കുകയാണ്. തെറ്റിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ 3 മാർഗങ്ങൾ: പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. തിരിച്ചു പോകാം നമുക്ക്. ലോകമേ, പ്രിയപ്പെട്ടവരെ, സഭാമക്കളെ, പ്രാർത്ഥിക്കണം പുരോഹിതർക്ക് വേണ്ടി. 1970-കളിൽ പരിശുദ്ധ അമ്മ ജപ്പാനിലെ അക്കീതായിൽ പലവട്ടം പ്രത്യക്ഷപ്പെട്ടു. അന്ന് അമ്മ ഇപ്രകാരം ഒരു സന്ദേശം നൽകി: വരും കാലങ്ങളിൽ പിശാച് സാധാരണ ജനങ്ങളെ വെറുതെ വിടാൻ പോവുകയാണ്. ഇനി പിശാച് പിടിക്കാൻ പോകുന്നത് മെത്രാന്മാരെയും വൈദികരെയുമാണ്. നോക്കാം, ഇന്ന് 21-ാം നൂറ്റാണ്ടായി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സഭയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. പുരോഹിതരെയും മെത്രാന്മാരെയും ഒക്കെ ചുറ്റിപ്പറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് ആവശ്യം. അതാണ് അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞു വെച്ചത്. ഇത്തിരി സ്നേഹിതന്മാരേ ഉള്ളൂ, ആ സ്നേഹിതന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ആവശ്യം. മോശ കരം വിരിച്ചു പിടിച്ചപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചു. അതാണ് വചനം പറഞ്ഞു വെക്കുന്നത്. കരം വിരിച്ചു പിടിച്ച് മോശ തളർന്നപ്പോൾ കൂട്ടുനിൽക്കാൻ അഹ്റോനും ഹൂറും ചെന്നു. അവരും അടുത്തപ്പോൾ കള്ളിട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അഹ്റോനും ഹൂറും ചെന്ന് സഹായിച്ചു മോശയെ. അതുപോലെ പൗരോഹിത്യത്തെ സഹായിക്കാൻ നമുക്കും പറ്റണം. നമുക്കും വേണ്ടേ വിശുദ്ധരായ പുരോഹിതരെ, മണിക്കൂറുകൾ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് കുമ്പസാരക്കൂടുകളിൽ ദിവസങ്ങൾ വിയർത്തൊഴുകി കാത്തിരിക്കുന്ന പുരോഹിതരെ. പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ മനോഹരമായൊരു വചനഭാഗം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പത്രോസ് ലീഹായോട് ഈശോ 3 വട്ടം ചോദിക്കുന്നുണ്ട്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മലയാളം വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കുമ്പോൾ എല്ലാത്തിനും സ്നേഹം 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 എന്നാണ് ഉത്തരം. എന്നാൽ ഗ്രീക്ക് പരിഭാഷയിലൂടെ നോക്കുമ്പോൾ ഈ സ്നേഹത്തിന് വ്യത്യാസങ്ങളുണ്ട്. പല വാക്കുകളാണ്. ആദ്യം ഈശോ ചോദിക്കുന്നു, സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് ലീഹ മറുപടി പറയുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായും ഈ സ്നേഹത്തിന് വകഭേദങ്ങളുണ്ട്. ഈശോ ചോദിച്ചു, നീ എന്നെ അഗാപ്പെ ചെയ്യുന്നുണ്ടോ എന്നാണ്. എന്ന് വെച്ചാൽ അഗാപ്പെ, ജീവൻ തന്ന് സ്നേഹിക്കാൻ തയ്യാറാണോ? ഈശോയുടെ സ്നേഹം അതായിരുന്നു. അങ്ങനെ ഒരു സ്നേഹം നിനക്ക് എന്നോടുണ്ടോ? പത്രോസ് ലീഹയോട് ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് ലീഹ മറുപടി പറഞ്ഞു, ഞാൻ അങ്ങേ ഫീൽ ചെയ്യുന്നുണ്ട്.
എന്ന് വെച്ചാൽ കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ 2ാം പ്രാവശ്യവും ചോദിച്ചു, നീ എന്നെ അഗാപ്പേ ചെയ്യുന്നുണ്ടോ? പത്രോസ്ലീഹ മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ ഫീലിയ ചെയ്യുന്നുണ്ട്. ഈശോ 3ാം വട്ടവും ചോദിക്കുന്നുണ്ട്, പത്രോസേ അഗാപ്പേ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, ജീവൻ തന്ന് സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പത്രോസ് മുന്നോട്ട് ഒരുക്കുകയായിരുന്നു ഈശോ. പിന്നീട് നാളുകൾക്ക് ശേഷം റോമിൽ നിന്നും പത്രോസ് പേടിച്ചോടുകയാണ്. അപ്പോൾ വഴിമധ്യേ കുരിശും വഹിച്ചുകൊണ്ട് കർത്താവ് നടന്നു വരികയാണ്. ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. തിരികെ വരികയാണ് ഈശോ കുരിശും വഹിച്ചുകൊണ്ട്. പത്രോസിയ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഒരു പ്രാവശ്യം മരിച്ചതല്ലേ, എങ്ങോട്ടാ കുരിശും വഹിച്ചുകൊണ്ട്? ഈശോ പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി മരിക്കുവാൻ ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. പത്രോസ് റോമിലേക്ക് മടങ്ങിപ്പോയി. അവിടെ വെച്ച് തല കീഴാക്കി വധിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓരോ പുരോഹിതൻ്റെയും മുൻപിൽ വയ്ക്കപ്പെടുന്ന ചോദ്യം. എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, അഗാപ്പേ സ്നേഹം തരുവാൻ തയ്യാറാണോ? പ്രിയപ്പെട്ട വൈദികരെ, വീണ്ടും നമുക്ക് തിരികെ പോകാം. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈശോ തയ്യാറാണ് ക്ഷമിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പുരോഹിതർക്ക് വേണ്ടിയിട്ട് പ്രിസം ഓർക്കുന്നുണ്ടാകും. ത്രിഭുജ കണ്ണാടി എന്നൊക്കെയാണ് വിളിക്കുക. ഇതാണ് വാസ്തവത്തിൽ ഒരു പുരോഹിതൻ ചെയ്യുന്നത്. ത്രിഭുജ കണ്ണാടി. എന്താണ് ത്രിഭുജ കണ്ണാടി? ടെലസ്കോപ്പിലും സ്റ്റെതസ്കോപ്പിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായ കാര്യങ്ങൾ കാണുവാൻ നമ്മെ സഹായിക്കുന്നു ത്രിഭുജ കണ്ണാടി. ഇതുപോലെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് ഓരോ പുരോഹിതനും ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം പുരോഹിതർക്ക് വേണ്ടി. ഇതാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. ജെറമ്യാ പ്രവചനം 3:15, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. കർത്താവ് ഇഷ്ടപ്പെട്ടാണ്, അതാണ് തന്നോടുകൂടി ആയിരിക്കാൻ തനിക്ക് ഇഷ്ടമുള്ളവരെ ഈശോ അടുത്തേക്ക് വിളിച്ചു എന്നാണ് മർക്കോസിന് സുവിശേഷം 3:15 പറയുന്നത്. ഇഷ്ടപ്പെട്ട് തന്നെയാണ് വിളിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പുരോഹിതർക്ക് വേണ്ടി. ഒരു നിയോഗം വയ്ക്കാം. എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശുദ്ധ കുർബാനകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ച് ഏതെങ്കിലും ഒരു പുരോഹിതനെ ഓർക്കും, പ്രാർത്ഥിക്കും. അവിടെ കൃപയുടെ വരമാരി ചൊരിയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഓർത്തേ, ഞാനൊരു പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഓർക്കുക. ആ പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഒരല്പം അഭിഷേകം നിറഞ്ഞാൽ ആ കൃപ എന്നിലേക്കും ചൊരിയപ്പെടുകയില്ലേ? പ്രാർത്ഥിക്കണം, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗരോഹിത്യം പളുങ്കുപാത്രം പോലെ തിളങ്ങുന്നതാകണം. കർത്താവിനെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ മറ്റാർക്കും കഴിയില്ല. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളം പറഞ്ഞു വെക്കുന്നുണ്ട്, എന്നെ കൂടാതെ എൻ്റെ കർത്താവ് എന്നെ സൃഷ്ടിച്ചു, എന്നാൽ ബലിയർപ്പിക്കുമ്പോൾ ആ കർത്താവിനെ എൻ്റെ കരങ്ങളിലൂടെ ഞാൻ സൃഷ്ടിക്കുകയാണ്. ഇതാണ് പൗരോഹിത്യം. നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പുരോഹിതർക്കും വേണ്ടി. വിശുദ്ധ പൗരോഹിത്യം തന്ന കർത്താവെ, അങ്ങേക്ക് നന്ദി. ഓ പുരോഹിത, കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു, മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു പുരോഹിതൻ. ആമേൻ.